നമസ്കാരം. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കപട രാഷ്ട്രീയത്തിനും അഴിമതിയുടെ കോട്ടകൾക്കുമേൽ ബി.ജെ.പി. നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ രേഖ ഗുപ്ത നടത്തിയ പ്രത്യാക്രമണം സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. മദ്യനയ അഴിമതി കേസിൽ പ്രതിക്കൂട്ടിലായ കെജ്രിവാൾ ഇപ്പോൾ നിയമത്തെയും കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് താൻ നിയമത്തിന് മുകളിലാണെന്ന് ഭാവിക്കുമ്പോൾ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് നാം സ്വയം തിരിച്ചറിയണം. നിരപരാധി ആണെങ്കിൽ അത് തെരുവിൽ ചെന്ന് പ്രസംഗിച്ചിട്ടല്ല, കോടതിയിൽ തെളിവുകൾ സഹിതം തെളിയിക്കുകയാണ് വേണ്ടത് എന്ന രേഖാ ഗുപ്തയുടെ വാക്കുകൾ ഇന്ന് ഓരോ ഭാരതീയന്റെയും വികാരമായി മാറിയിരിക്കുകയാണ്. കെജ്രിവാളിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് നുണകളുടെയും വഞ്ചനകളുടെയും ഒരു ഘോഷയാത്രയാണെന്ന് തന്നെ പറയാം. അഴിമതി വിരുദ്ധ പോരാളി എന്ന പരിവേഷം ചാർത്തി അധികാരത്തിൽ വന്ന കെജ്രിവാൾ ഇന്ന് അതേ അഴിമതിയുടെ പേരിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയാണ്. എന്നിട്ടും തെറ്റുകൾ തിരുത്തുന്നതിന് പകരം നീതിന്യായ വ്യവസ്ഥയെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ നാടകം നടത്തുന്നത് അഴിമതിയിൽ നിന്ന് ഒളിച്ചോടാനുള്ള വില കുറഞ്ഞ തന്ത്രം മാത്രമാണ്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു കുറ്റാരോപിതൻ ജഡ്ജിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നീതിപീഠത്തോടുള്ള വെല്ലുവിളി മാത്രമായി ബി.ജെ.പി. കാണുകയുള്ളൂ. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ അഴിമതിക്കാർക്ക് ഒരു സ്ഥാനവുമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ന് രാജ്യം നൽകുന്നത്. കെജ്രിവാളിന്റെ വിശ്വസ്തരായ എംപിമാർ പോലും ഇന്ന് അദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണ്. രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ 7 AAP എംപിമാർ ബി.ജെ.പിയിൽ ലയിച്ചത് ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തകർച്ചയുടെ തെളിവാണ്. സ്വന്തം നേതാക്കൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ജനങ്ങളെ നയിക്കുക? ഡൽഹിയുടെ വികസനം മുരടിപ്പിച്ചും മദ്യമാഫിയയെ സഹായിച്ചും കെജ്രിവാൾ ഉണ്ടാക്കിയ സാമ്രാജ്യം ഇന്ന് തകർന്നടിയുകയാണ്. രേഖാ ഗുപ്തയുടെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്ന രീതി ആധുനിക ഭാരതത്തിന് ചേർന്നതല്ല. വികസനത്തിന്റെ പാതയിൽ ഭാരതം മുന്നേറുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അഴിമതിയുടെ കളകൾ പറിച്ചെറിയേണ്ടത് നമ്മുടെ കടമയാണ്. കെജ്രിവാളിന്റെ ഓരോ നുണപ്രചാരണങ്ങളെയും നേരിടാൻ രേഖാ ഗുപ്തയെ പോലുള്ള ധീരരായ നേതാക്കൾ നമുക്കുണ്ട്. അഴിമതിയില്ലാത്ത സുതാര്യമായ ഒരു ഭരണ സംവിധാനമാണ് ബി.ജെ.പി. വിഭാവനം ചെയ്യുന്നത്. ഡൽഹിയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടുന്നത് പ്രസംഗങ്ങളല്ല, വികസനമാണ്. ബംഗാൾ മുതൽ കാശ്മീർ വരെയും കാശ്മീർ മുതൽ ഡൽഹി വരെയും ബി.ജെ.പി. നടത്തുന്ന ഈ പടയോട്ടം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. നമ്മൾ ഓരോരുത്തരും ഈ മാറ്റത്തിന്റെ കണ്ണികളാവണം. അഴിമതിക്കാരെ തുറന്നു കാട്ടാനും സത്യം ജനങ്ങളിൽ എത്തിക്കാനും നമുക്ക് സാധിക്കണം. സത്യവും മിഥ്യയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില നിർണായക വസ്തുതകളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ഡൽഹിയിലെ ജനങ്ങളെ വികസനത്തിന്റെ പേരിൽ എത്രത്തോളം വഞ്ചിച്ചു എന്നതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യനയ അഴിമതി കേസിൽ അഴിമതി നടന്നു എന്നത് വെറുമൊരു ആരോപണമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ സത്യം കൂടിയാണ്. ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കെജ്രിവാൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്നതാണ്. ഒരു വശത്ത് താൻ പാവങ്ങളുടെ കാവലാണ് എന്ന് പറയുകയും മറുവശത്ത് കോടികളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പാണ് രേഖാ ഗുപ്ത തന്റെ വാക്കുകളിലൂടെ തുറന്നു കാട്ടിയത്. ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളെ പോലും സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് കരുതുന്ന കെജ്രിവാളിന്റെ രീതി അപകടകരമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ജനാധിപത്യ ബോധം കെജ്രിവാളിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജുഡീഷ്യറിയും അപമാനിക്കുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ്. എന്നാൽ ഇന്ത്യൻ ജനത ഇന്ന് ബോധവാന്മാരാണ്. ഇത്തരം തരംതാണ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് സത്യത്തെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. നമ്മുടെ രാജ്യം സുരക്ഷിതമായ കൈകളിലാണ് എന്ന് നരേന്ദ്രമോദി സർക്കാർ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാർ ആരും തന്നെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന മോദി ഗ്യാരണ്ടി ഇന്ന് പ്രാവർത്തികമാവുകയാണ്. ബി.ജെ.പി. എന്ന നിലയിൽ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് അഴിമതിയില്ലാത്ത ഒരു ഭരണക്രമത്തിന് വേണ്ടിയാണ്. വികസനം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തണമെങ്കിൽ ഇത്തരം അഴിമതിയുടെ വേരുകൾ അറുത്തുമാറ്റേണ്ടത് നമ്മുടെ അത്യാവശ്യവും കൂടിയാണ്. ഡൽഹിയിൽ രേഖാ ഗുപ്ത ഉയർത്തിയ ആഹ്വാനം യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. കപട രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് ഭാരതത്തിന്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഭാരതം ഇന്ന് ലോകശക്തിയായി വളരുമ്പോൾ ആ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ ശത്രുക്കൾക്കെതിരെയുള്ള ഒരു ധർമ്മയുദ്ധത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന കർമ്മയോഗിയായ പ്രധാനമന്ത്രിയുടെ കീഴിൽ രാജ്യം വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടുമ്പോൾ മറുവശത്ത് അഴിമതിയുടെ കറപുരണ്ട കൈകളുമായി ചിലർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹിയിൽ നാം കാണുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ നാടകങ്ങൾ. അഴിമതി വിരുദ്ധതയുടെ പേരിൽ അധികാരത്തിൽ വരികയും പിന്നീട് അതേ അഴിമതിയുടെ ചതുപ്പിൽ മുങ്ങുകയും ചെയ്ത ഒരു ഭരണാധികാരിയുടെ പതനമാണ് നാം ഇന്ന് കാണുന്നത്. മദ്യനയ അഴിമതി കേസിൽ പ്രതിക്കൂട്ടിലായ കെജ്രിവാൾ ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയെ വരെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. കോടതിയിൽ ഹാജരാകാതെ സത്യാഗ്രഹം നടത്തുമെന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയോടുള്ള പരമമായ വെല്ലുവിളിയാണ്.
ഇവിടെയാണ് BJP നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ രേഖ ഗുപ്തയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. നിരപരാധിയാണെങ്കിൽ അത് തെരുവിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല, കോടതിയിൽ തെളിവുകൾ സഹിതം തെളിയിക്കുകയാണ് വേണ്ടുന്നതെന്ന് അവർ പറയുമ്പോൾ അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള ഒരു പൗരന്റെ വിശ്വാസമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജഡ്ജിമാരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഈ രീതി ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല. സത്യാഗ്രഹം എന്ന വിശുദ്ധമായ വാക്കിനെ തൻ്റെ അഴിമതി മറയ്ക്കാൻ ഉപയോഗിക്കുന്നത് വഴി അദ്ദേഹം മഹാത്മാഗാന്ധിയെയും ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കെജ്രിവാളിൻ്റെ ഈ ഏകാധിപത്യ സ്വഭാവത്തിനും അഴിമതിക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞു. രാജ്യസഭയിലെ 7 AAP MPമാർ BJPയിൽ ചേരാൻ തീരുമാനിച്ചത് ആ പാർട്ടിയുടെ തകർച്ചയുടെ വ്യക്തമായ അടയാളമാണ്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ലയനം വെറുമൊരു രാഷ്ട്രീയ മാറ്റമല്ല, കെജ്രിവാളിൻ്റെ ഇരട്ടത്താപ്പിനെതിരെയുള്ള നേതാക്കളുടെ പ്രതിഷേധമാണ്. BJPയുടെ കരുത്ത് രാജ്യസഭയിൽ 113 ഉയർന്നതോടെ വികസന വിരുദ്ധമായ പ്രതിപക്ഷത്തിന് രാജ്യത്ത് പുരോഗതി തടയാൻ കഴിയില്ല. ഡൽഹിയിൽ അഴിമതി ഒരു വശത്താണെങ്കിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ നടത്തുന്ന പ്രീണന രാഷ്ട്രീയവും ആക്രമണങ്ങളും നാം കാണാതിരുന്നുകൂടാ. സന്ദേശ് കാലിയിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിച്ച വേദനകൾക്ക് മറുപടി നൽകാൻ ബംഗാൾ ജനത തയ്യാറെടുത്തു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് 27 ലക്ഷം അനധികൃത വോട്ടർമാരെ ഒഴിവാക്കിയത് തൃണമൂലിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ലഭിച്ച വലിയ പ്രഹരമാണ്. നുഴഞ്ഞുകയറ്റക്കാരെ താങ്ങി നിർത്തുന്ന സർക്കാരുകൾക്ക് BJP അന്ത്യം കുറിക്കും. ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സാംസ്കാരികമായി ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. കർണാടകയിൽ പരീക്ഷാ ഹാളിൽ പൂണൂൽ മാറ്റാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നത് ഇത്തരം നീക്കങ്ങളുടെ ഒരു ഭാഗമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ ഹിന്ദുക്കൾ 2ാം തരം പൗരന്മാരായി മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ലാൻസ്കാർട്ട് പോലുള്ള കമ്പനികൾ പോലും ഹൈന്ദവ ചിഹ്നങ്ങളെ എതിർക്കുമ്പോൾ BJP പ്രവർത്തകർ എന്നും ജാഗ്രത പാലിക്കണം. ഉത്തരാഖണ്ഡിൽ ദേവഭൂമിയിൽ ലാൻഡ് ജിഹാദ് നടത്തി നിർമ്മിച്ച 600ഓളം അനധികൃത മസാറുകൾ പൊളിച്ചു നീക്കിയ പുഷ്കർ സിംഗ് ധാമി സർക്കാരിൻ്റെ നടപടി വിപ്ലവകരമാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് കശ്മീരിലെ നടപടികളിലൂടെ വ്യക്തമാണ്. ഭീകരവാദത്തിൻ്റെ വിത്തുപാകുന്ന സെമിനാരികൾ നിരോധിച്ചതും 370-ാം വകുപ്പ് റദ്ദാക്കിയതും കാശ്മീരിനെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറ്റുന്നതിൽ നിർണായകമായി. വികസനം ഓരോ പൗരനിലും എത്തുന്നതും ആഗോളതലത്തിൽ ഭാരതം ബഹുമാനിക്കപ്പെടുന്നതും നാം അഭിമാനത്തോടെ കാണുന്നു. കെജ്രിവാളിൻ്റെ കപട രാഷ്ട്രീയവും മമതയുടെ ഗുണ്ടാരാജും മോദി തരംഗത്തിൽ ഒലിച്ചുപോകും. അഴിമതിയില്ലാത്ത സുതാര്യമായ ഒരു ഭരണ സംവിധാനമാണ് BJP വിഭാവനം ചെയ്യുന്നത്. ഡൽഹിയിൽ രേഖ ഗുപ്ത ഉയർത്തിക്കാട്ടിയ ആഹ്വാനം യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ്. ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നാം കാണുന്നത്. ശുദ്ധജലവും വൈദ്യുതിയും സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർത്തിരിക്കുകയാണ്. യമുന നദി വൃത്തിയാക്കുന്ന പ്രഖ്യാപനം വെറും പാഴ്വാക്കായി മാറി. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഇതിനായി ചെലവഴിക്കുന്നുണ്ട് എങ്കിലും നദിയിലെ മലിനീകരണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കെജ്രിവാൾ ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അഴിമതി അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടെത്തിയ എളുപ്പവഴിയാണിത്. എന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ ഇന്ന് ആ മാറ്റം ആഗ്രഹിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ ഡൽഹിയിലും യാഥാർത്ഥ്യമാകാൻ രേഖ ഗുപ്തയെ പോലുള്ള നേതാക്കൾക്ക് സാധിക്കുമെന്ന് ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഉന്നതരായ ജഡ്ജിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നീതിപീഠത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്നു. നിയമത്തിന് മുന്നിൽ താൻ പ്രത്യേക അവകാശമുള്ള പൗരനാണെന്ന കെജ്രിവാളിൻ്റെ വാദം ഭരണഘടനാ വിരുദ്ധമാണ്. അധികാരത്തിൻ്റെ മതത്തിൽ നിയമത്തെ വെല്ലുവിളിച്ച ഒരു ഭരണാധികാരിയും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല. കെജ്രിവാളിൻ്റെ സത്യാഗ്രഹ നാടകം യഥാർത്ഥത്തിൽ അഴിമതിക്ക് നൽകുന്ന ഒരു കപട ആവരണം മാത്രമാണ്. ഇതിനെ തുറന്നു കാട്ടേണ്ടത് ഓരോ ദേശസ്നേഹിയുടെയും കടമ കൂടിയാണ്. രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ വിപത്താണ് പ്രീണന രാഷ്ട്രീയം. ഡൽഹിയിലും ബംഗാളിലും നാം കാണുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇതിനെതിരെയാണ് BJP ശബ്ദമുയർത്തുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മോദിജിയുടെ മന്ത്രം വിവേചനമില്ലാത്ത വികസനം ലക്ഷ്യമിടുന്നത്. എന്നാൽ കെജ്രിവാൾ വിഭാഗീയത സൃഷ്ടിച്ച് അധികാരം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ച പണം മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചു എന്ന ആരോപണം ഗൗരവകരമാണ്. ഇത്തരം അഴിമതി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചാൽ മാത്രമേ ഭാരതത്തിന് ലോകശക്തിയായി മുന്നേറാൻ കഴിയൂ. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ വികസനത്തിന് അടിത്തറ പാകുന്നു. കാശ്മീരിലെ തീവ്രവാദ വിരുദ്ധ നടപടികളും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയുള്ള കർശന നിലപാടുകളും രാജ്യത്തിൻ്റെ സമാധാനം കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ ചില രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം നേട്ടത്തിനായി രാജ്യവിരുദ്ധ ശക്തികളുമായി ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കെജ്രിവാളിൻ്റെ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്നത് അവർക്ക് ദേശീയതയിലുള്ള വിശ്വാസം വർദ്ധിച്ചതുകൊണ്ടാണ്. രാജ്യത്തെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ മോദി സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് ഇന്ന് ഓരോ ഭാരതീയനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭാരതത്തിലെ യുവജനത ഇന്ന് അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ആഗ്രഹിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും BJP സർക്കാർ നൽകുന്ന പിന്തുണ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു.
എന്നാൽ കെജ്രിവാളിനെ പോലുള്ള നേതാക്കൾ യുവാക്കളെ വഴിതെറ്റിക്കാനും അവരിൽ ഭരണകൂട വിരുദ്ധത വളർത്താനുമാണ് ശ്രമിക്കുന്നത്. മദ്യനയത്തിലൂടെ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഒരു നാടിൻ്റെ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുക? രേഖ ഗുപ്ത മുന്നോട്ട് വെച്ച വികസന അജണ്ട യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. സത്യസന്ധമായ ഭരണം വഴി മാത്രമേ ഇനി യുവതലമുറയ്ക്ക് സുരക്ഷിതമായൊരു ഭാവി ഉറപ്പാക്കാൻ കഴിയൂ. അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ഡൽഹിയിലെ ജനങ്ങളെ വികസനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും പേരിൽ എത്രത്തോളം വഞ്ചിച്ചു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അഴിമതി വിരുദ്ധതയുടെ പ്രവാചകനായി സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഒരാൾ ഇന്ന് അതേ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിക്കിടക്കുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. അതായത് സത്യത്തെ അധികകാലം മൂടിവെക്കാൻ ആർക്കും കഴിയില്ല എന്നത് തന്നെ. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചും അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുത്തിയും രക്ഷപ്പെടാമെന്ന കെജ്രിവാളിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. രേഖ ഗുപ്ത ഉയർത്തിക്കാട്ടിയ ആ ശബ്ദം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, അഴിമതിക്കെതിരെയുള്ള കോടിക്കണക്കിന് ഭാരതീയരുടെ വികാരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണെന്നും പ്രഥമം. അധികാരത്തെക്കാൾ ഉപരിയായി ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും സാംസ്കാരിക പൈതൃകത്തിനും വികസനത്തിനുമാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. നരേന്ദ്രമോദി എന്ന കർമ്മയോഗിയുടെ നേതൃത്വത്തിൽ രാജ്യം ലോകത്തിൻ്റെ നെറുകിലേക്ക് കുതിക്കുമ്പോൾ അഴിമതിയുടെയും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ അറുത്തുമാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. കെജ്രിവാളിൻ്റെ പതനം ഒരു പാർട്ടിയുടെ മാത്രം പതനമല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ ശൈലിയുടെ അന്ത്യം കൂടിയാണ്. രാജ്യസഭയിലെ ഭൂരിപക്ഷം മുതൽ തദ്ദേശ ഭരണകൂടങ്ങൾ വരെ BJPയുടെ വിജയക്കൊടി പാറുന്നത് ജനങ്ങൾ മോദി ഗ്യാരണ്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ തെളിവാണ്. ഈ വിശ്വാസം കാത്തുസൂക്ഷിക്കാനും വരും തലമുറയ്ക്കായി അഴിമതിയില്ലാത്തൊരു ഭാരതം കെട്ടിപ്പടുക്കാനും നാം പ്രതിജ്ഞാബദ്ധരാണ്. കെജ്രിവാളിൻ്റെയും കൂട്ടരുടെയും നാടകങ്ങൾ അവസാനിക്കുമ്പോൾ സത്യം കൂടുതൽ തിളക്കത്തോടെ വെളിപ്പെടും. രേഖ ഗുപ്തയുടെ വാക്കുകൾ വരാനിരിക്കുന്ന ഓരോ വിജയത്തിൻ്റെയും പ്രചോദനമാവട്ടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.